ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ലേറ്റ് ആണെങ്കിലും ഒരു ഹാപ്പി വിഷു കേട്ടോ എൻ്റെ വക. കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ വിഷു ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടിലെ പോലത്തെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ഇവിടെ തന്നെ. ഞാൻ കുറച്ച് സദ്യ കഴിക്കാനൊക്കെ പുറത്ത് പോയി, പിന്നെ സ്കൂളിൽ പോയി, പിന്നെ കണി വെച്ചു. അങ്ങനെ ചില്ലറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ വിഷു എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വന്നാലോ? വാ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ വീട്ടിൽ വിഷുക്കണിയൊക്കെ വെക്കാറുള്ളത്. പണ്ട് നാട്ടിലുള്ള സമയത്ത് അച്ചമ്മയായിരുന്നു വെക്കാറുള്ളത്. അന്നേരം ഞാനും അച്ഛമ്മയും പൊരിഞ്ഞ തല്ലായിരിക്കും കേട്ടോ. എനിക്ക് കുറച്ച് എസ്തെറ്റിക്കായിട്ടൊക്കെ അന്ന് മുതലേ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛമ്മ ഒന്നും സമ്മതിക്കില്ല. ഓരോരുത്തരും അതിൻ്റെതായ ചിട്ടകളുണ്ടല്ലോ. എനിക്കാണെങ്കിൽ അങ്ങനെ ചിട്ടയൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടെ വയ്ക്കാം അവിടെ വെക്കാമെന്ന് ഞങ്ങൾ എപ്പോഴും കച്ചറാവലാണ് പരിപാടി കേട്ടോ. ഇപ്പോൾ കുറച്ച് നാല് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ കണി വെക്കാറുള്ളത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്നത് തൃപ്തിയാവില്ല. പിന്നെ അതൊരു വഴക്കാവും. കാട്ടും വിധം മിണ്ടാണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ശ്രീകോട്ടനും അച്ഛനും ഞാൻ അടുപ്പിക്കാറേ ഇല്ല കേട്ടോ ഈ പരിപാടിക്കൊന്നും. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടപ്പോഴാട്ടോ ഇങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടൈപ്പൊക്കെ വെച്ചിട്ട് എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ നേരിയതൊക്കെ അവിടെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഇപ്രാവശ്യം കണി സെറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ ഇലക്ട്രീഷ്യനാണ്. കുറച്ച് കറണ്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചോദിച്ചിരുന്നു കേട്ടോ ശ്രീകോടിൻ്റെ അടുത്ത്. അതൊക്കെ ശ്രീകോടിനാണ് ചെയ്തിരുന്നത്. പിന്നെ ഈ കണി 100% കറക്റ്റായിട്ടുള്ള ഇതിലല്ല കേട്ടോ ഞാൻ വെക്കുന്നത്. കാരണം ഇതിനൊക്കെ ഓരോ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനും എനിക്കറിയില്ല. ഇവിടെയാണെങ്കിലും ഇഷ്ടംപോലെ കണിക്കൊന്നേൻ്റെ മരങ്ങളുണ്ട്. പക്ഷെ ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കിട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ലുലുന്ന് മേടിച്ചു. എനിക്കൊന്നും 790 പൈസ അങ്ങനെ എന്തോ കേട്ടോ ഈ കവറിലെ പൂവിനായത്. ഇത് ഫുള്ളും കൊഴിഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാനാണ്, നമുക്ക് ലഭ്യത കുറവാണല്ലോ. എൻ്റെ വയനാട്ടിൽ നമ്മളവിടെ കാട്ടിലൊക്കെ ഒരുപാട് കണിക്കൊന്ന മരങ്ങളുണ്ട്. ഇഷ്ടംപോലെ മരങ്ങളുണ്ടാവും. ഫുള്ളും പൂത്ത് കിടക്കും. അപ്പം നമ്മളൊക്കെ കണിയൊക്കെ വെക്കാനാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയി പറിക്കാറട്ടോ പതിവുണ്ടായിരുന്നത്. റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഓരോ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കെനിയെന്നുള്ള പൈനാപ്പിളാണ്. അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ? ഈ കണിവെള്ളരി ആണെങ്കിലും നമ്മുടെ കറക്റ്റ് ഒരു കണിവെള്ളരി ഇല്ലേ, അതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ലുലുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കറക്റ്റ് കണിവെള്ളരി ഒന്നും കിട്ടിയില്ല. ഇത് സാധാരണ സാധാ വെള്ളരിയാണ് കേട്ടോ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പച്ചമാങ്ങ, പഴം, ഓറഞ്ച്, ആപ്പിള്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ വെജിറ്റബിൾസ് ഇതുവരെ വച്ചിട്ടില്ല. ഞങ്ങൾ നാട്ടിലാണെങ്കിലും അങ്ങനെ വെജിറ്റബിൾസ് വെച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വീട്ടിൽ സാധാരണ വെക്കാറുണ്ട്. നമ്മുടെ വീട്ടിലങ്ങനെ ഞാൻ വെച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇവിടെ വച്ചിട്ടില്ലേ. പിന്നെ വാൽക്കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ലോട്ടി പോയപ്പോൾ മേടിച്ചൊരു കണ്ണാടിയാണ് കേട്ടോ ഇത്. വാൽക്കണ്ണാടിക്ക് ഇവിടെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് എനിക്കത് കൊക്കിൽ ഒതുങ്ങാത്തതുകൊണ്ട് ഞാൻ വാൽക്കണ്ണാടി മേടിച്ചില്ല. പിന്നെ ഇത് സിന്ദൂര ചെപ്പ. ഇതിലെ സിന്ദൂരത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കുങ്കുമമാണ് കേട്ടോ. നമ്മളീ ഇതില്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു കുങ്കുമമാണ്. പിന്നെ ഇത് മഞ്ചാടി. ഇതും കറക്റ്റ് മഞ്ചാടിയൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് ഇവിടെ നിന്ന് മേടിച്ചതാണ്. കറക്റ്റ് മഞ്ചാടി ടൈപ്പ് അല്ല. അതെന്തോ ഏതോ ഒരു കുഞ്ഞ് സീഡിനകത്ത് പെയിൻ്റ് അടിച്ചൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഈ ഉടയാടയില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങ് ഗുരുവായൂരിൽ ഞാനത് വിഷുവിന് വേണ്ടി മാത്രമായിട്ട് മേടിച്ചിട്ട് വന്നതാണേ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ താരം ഇന്നത്തെ ശ്രീകൃഷ്ണൻ. ഈ കൃഷ്ണനും ഗുരുവായൂരിൽ നിന്ന് മേടിച്ചിട്ട് വന്ന ഗുരുവായൂരത്തെ കൃഷ്ണനാണ് കേട്ടോ. എനിക്കിത് എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് ഗുരുവായൂർ പോയപ്പോൾ കൊണ്ടു തന്നതാണേ. നല്ല രസമല്ലേ? എന്താ ഐശ്വര്യല്ലേ? പിന്നെ കണിക്ക് നമ്മൾ സ്വർണം വെക്കണമല്ലോ. അങ്ങനെ സ്വർണ്ണമൊക്കെ വെച്ച് പിന്നെ ലാസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ എൻ്റെ കണി. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്കിവിടെ ചെറിയൊരു പൂജ യൂണിറ്റും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ഭഗവാന്മാർക്കൊക്കെ പൂക്കളൊക്കെ ഇട്ടു. മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ മുല്ലപ്പൂ ഒക്കെ എല്ലാ ഭഗവാന്മാർക്കും ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഞാൻ ലുലുന്നാണ് മേടിച്ചത്. ഇത് മാത്രമല്ല, നമുക്ക് ലുലു മാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് ഒരുപാട് കുഞ്ഞ് ഷോപ്പുകളുണ്ട്. ഇതുപോലത്തെ പൂജ സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുകൊണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമേ. അങ്ങനെ ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാളത്തെ കണിയും പിന്നെ നമ്മുടെ ഭഗവാന്മാരിയിരിക്കുന്ന സ്ഥലവും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? രസമല്ലേ? ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ. കണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ അച്ഛനെ എണീപ്പിച്ച് കണി കാണിക്കും. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി തനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അങ്ങനെ കണിയൊക്കെ കണി കണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ രാവിലത്തേക്കൊക്കെ റെഡിയാക്കി. ഇനി ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. ഇന്ന് സ്കൂളുണ്ട്, സ്കൂളിൽ പോകണം. ഓക്കെ, ബൈ. നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് കുളിച്ചെണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന സമയമാണ്. പക്ഷേ ഇവിടെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ടൈം കിട്ടില്ല. കാരണം എനിക്ക് 6:45 ആകുമ്പോഴത്തേക്കും കാറ് വരും. അപ്പോൾ ഞാൻ അതനുസരിച്ച് പോയി വരുമ്പോൾ ലേറ്റ് ആകും. അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ രാവിലെ പോയില്ല. അതിന് പകരം വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിൽ കണി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് നമ്മൾ കിടക്കാറില്ലല്ലോ. ഇവിടെ പിന്നെ അങ്ങനെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഓഫീസൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് ലീവായിരിക്കും, ചിലർ വീട്ടിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സ്കൂളിൽ പോയി, സ്കൂൾ കഴിഞ്ഞു തിരിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൈരളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. മസ്കറ്റിലെ MBDയിലുള്ള കൈരളി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല സദ്യയായിരുന്നേ. എനിക്ക് തോന്നുന്നു ഒരു ഇലയ്ക്ക് 3.5 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 2 കൂട്ടം പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. നല്ല സദ്യയായിരുന്നു. പായസം ഓക്കെ പായസമായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലി അവിടെ അച്ചാർ, നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു കേട്ടോ. ഞാൻ 2ാമത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശ്രീകുട്ടനും എത്തി. നമ്മൾ നേരെ കുളിച്ച് മാറ്റി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. എപ്പോഴും നല്ല വിശേഷ ദിവസങ്ങൾ വന്നാൽ ഞങ്ങൾ എപ്പോഴും പോക്ക് അവിടേക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു മസ്കറ്റിൽ ഒരു ശിവ ടെമ്പിളും കൂടെ ഉണ്ട്. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് കാർ വേണം, കുറച്ച് ദൂരം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം പോലില്ല അവിടേക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അമ്പലത്തിലിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഭജനയൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങൾ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.